ആദ്യ ടൈമിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പേരിൽ ഒരു തരത്തിലുമുള്ള പരാതിയോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ മന്ത്രിതലത്തിൽ ഉയർന്നു കേട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ ചില അധികാരികളും അതുപോലെ തന്നെ പഴയ മന്ത്രിയും രംഗത്ത് വന്നൊരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഇലക്ട്രിക് ബസ് വിവാദം തന്നെയാണ് മന്ത്രിയെ സംബന്ധിച്ച് വലിയ തോതിൽ തലവേദനയാക്കിയത്. ഇപ്പോൾ വീണ്ടും ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട ഒരു വിവാദം തന്നെയാണ്. അതും മുൻ മന്ത്രി ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണശരം ഇത് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഗതാഗത മന്ത്രിയായ കെ.വി. ഗണേഷ് കുമാറിനെതിരെ പരോക്ഷമായി അതിരൂക്ഷമായ വിമർശനം മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ഉയർത്തുകയാണ്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഗണേഷ് കുമാറിനെ ഇങ്ങനെ വിമർശിക്കാനുള്ള അവസരമാക്കി മുൻ മന്ത്രി കണ്ടത്. തിരുവനന്തപുരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ഇലക്ട്രിക് ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത്. ഈ ബസ്സിൻ്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ളൊരു ശ്രമം നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അതിലുള്ള അതൃപ്തി പരോക്ഷമായി തന്നെ ആന്റണി രാജു പ്രകടിപ്പിച്ചിട്ടുണ്ട്. വികാരധീനനായി തന്നെയാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താൻ മന്ത്രിയായിരുന്നപ്പോൾ വാങ്ങിയ ബസ്സാണ് ഇതൊക്കെ തന്നെ. അത് റോഡിൽ ഇറങ്ങുമ്പോൾ ഡെലിവറി നടക്കുന്ന സമയത്ത് ഒരച്ഛനുണ്ടാകുന്ന സന്തോഷമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനുവരിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ ബസ് എന്തിനാണ് ഇത്രയധികം വെച്ച് താമസിപ്പിച്ചതെന്നുള്ള കാര്യം തനിക്കറിയില്ല എന്നും ആന്റണി രാജു തന്നെ കുറ്റപ്പെടുത്തുകയുണ്ടായിരുന്നു. താൻ ഗതാഗത മന്ത്രിയായിരുന്ന സമയത്താണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയത്. 100 കോടി രൂപ അനുവദിച്ച് കിട്ടിയ 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാനെന്ന് തീരുമാനിച്ചു. ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ എത്തിയിരുന്നു. രണ്ടാമത്തെ ആഴ്ച തന്നെ അടുത്ത ബസ്സും എത്തി. അപ്പോൾ തന്നെ ജനുവരിയിൽ ഇത് ഓടിത്തുടങ്ങേണ്ടതായിരുന്നു. 1 മാസമായി വണ്ടി വെറുതെ കിടക്കുകയാണ്. ഇതിലെ വെറുതെ ഒന്ന് പോയപ്പോഴാണ് 2 ബസ്സുകളും ഉദ്ഘാടന കർമ്മത്തിനായി ഒരുക്കി നിർത്തിയത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ആന്റണി രാജു പറഞ്ഞു. തന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞത് പുത്തരിക്കണ്ടത്ത് നായനാർ പാർക്കിലാണ് ഇത്രയും ബസ്സുകൾ ഒന്നിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നുള്ളത് അറിയില്ല. അക്കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയവയാണ് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി 50 ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപത്തുള്ള വലിയശാലയിൽ വെച്ചായിരുന്നു. അവിടെയൊക്കെ വെച്ച് നടത്തുന്നതിന് പകരം പരിപാടി ഒരു ഒഴിഞ്ഞ മൂലയിൽ എന്തിനു വെച്ച് നടത്തി എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്തിന് പകരം വികാസ് ഭവൻ ഡിപ്പോയിൽ വെച്ചാണ് ബസ്സുകളുടെ ഈ ഫ്ലാഗ് ഓഫ് നടന്നത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ വിഷയമായി മുൻമന്ത്രി ആന്റണി രാജു എടുത്തു പറയുന്നത്. അതിലൊരു കാര്യം കൂടിയുണ്ട്. ആന്റണി രാജുവിൻ്റെ മണ്ഡല പരിധിക്ക് കൂടി പുറത്താണ് ഈ പരിപാടി. ഇതുതന്നെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയധികം ചൊടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതും സൂചനയുണ്ട്. കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയവയൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ തിരുവനന്തപുരം എന്ന രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ചില മേഖലകൾ. എന്നാൽ ഇത് ഹൃദയഭാഗത്തു നിന്നും മാറി ഒരു മേഖലയിൽ ഇങ്ങനെ രഹസ്യമായി തന്നെ നടത്തിയെന്നാണ് മുൻ മന്ത്രിയുടെ വിമർശനം. ഇതോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് KSRTC എന്ന് പറയുന്നത് തൻ്റെ കൂടി കുഞ്ഞാണ്. അതുകൊണ്ട് അതിനെ കാണാനുള്ള കൗതുകം കൂടി കൊണ്ടാണ് താൻ ഇന്നിറങ്ങിയത്. ഫ്ലാഗ് ഓഫ് തൻ്റെ മണ്ഡലത്തിന് പുറത്തേക്ക് മാറ്റിയത് അറിയാതെയാണെന്ന് കരുതുന്നില്ല. പുറത്തു വെച്ചാണെങ്കിലും തൻ്റെ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും ഈ ബസ്സുകൾ ഓടിക്കേണ്ടി വരിക എന്നാണ് ആന്റണി രാജു പറയുന്നത്. മുംബൈ നഗരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇലക്ട്രിക് ബസ്സുകളുള്ള സംസ്ഥാനമെന്നത് അത് കേരളം തന്നെയാണ്. വടക്കേ ഇന്ത്യയിൽ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളെന്ന് പറയുന്നതേ ഇല്ല. ഫ്ലാഗ് ഓഫിന് വരുന്നത് രണ്ടാമച്ചനാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്നും പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ വിഷമൊന്നും തന്നെ ഇല്ല എന്നും ഇത്രയും പറഞ്ഞുകൊണ്ട് മുൻ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു.